ബാലൻ ദ ബോയ്. ബിക്കോസ് ഇതിലെ ഫ്രെയിംസ് കണ്ട് നമ്മൾ ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഈ സിനിമയിലെ ഓരോ ഫ്രെയിം അതായത് ഒരു നല്ല ഒരു ഫ്രെയിം അല്ലാത്തൊരു ഫ്രെയിം ഈ പടത്തിൽ ഇല്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം, അതെന്ത് മാജിക്, അതെന്ത് ഇങ്ങനെ ഫ്രെയിം വെക്കോടെ. എനിക്ക് ഓൾറെഡി നല്ല പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, 2 പേരുകൾ, ജിത്തു മാധവൻ ആൻഡ് ചിദംബരം. നല്ല എന്താ പറയാ, നല്ലൊരു ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു സിനിമയുടെ ഒരു മാജിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ. അതായത് വിഷ്വലി, ടെക്നിക്കലി, ഇനി ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പിന്നെ ചെയ്തിരിക്കുന്ന ആളുകളുടെ അഭിനയം, പെർഫോമൻസസ് ആയി കഴിഞ്ഞാലും ടോട്ടലി ഒരു കിട്ടാൻ പടം, ക്ലാസ് പടം. വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് ഗംഭീര പെർഫോമൻസ്, ഗംഭീര വിഷ്വൽ, കളറിങ്, എഡിറ്റിംഗ്, ആ വിഷ്വൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓരോ ഷോട്ടിലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ആൻഡ് മ്യൂസിക്, ഇതിൻ്റെ ഓഡിയോ പരിപാടികൾ, എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തന്ന സിനിമകളിൽ ഒന്നാണ് ബാലൻ എന്ന് പറയുന്നത്, ബാലൻ ദി ബോയ് എന്ന് പറയുന്നത്.